നമസ്കാരം ഫ്രണ്ട്സ്. എടത്തിരുത്തി എന്റെ ഗ്രാമത്തിന്റെ രണ്ടാം ഭാഗമാണിത്. ഇതെന്റെ അച്ഛന്റെ പാപ്പന്റെ സ്കൂളാണ്. ഞങ്ങളുടെ അച്ചാച്ചന്റെ സ്കൂളാണിത്. പണ്ടത്തെ സ്കൂളാണ് അത്. SNVLP വെസ്റ്റ്. ഇവിടത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ടീച്ചർമാരും മാഷന്മാരും എല്ലാം ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. അമ്മായിമാരും ഇത് അമ്മാമയാണ് കേട്ടോ. പിന്നെ എന്റെ മൂത്ത അമ്മായി, വല്യമ്മായി, സുഭദ്ര ടീച്ചർ, ഗംഗാധരൻ മാസ്റ്റർ, പിന്നെ ശ്രീമതി ടീച്ചർ, എല്ലാവരും എന്റെ വല്യച്ഛന്മാരും അമ്മായിമാരൊക്കെ. ഇത് പുളിച്ചോട് സെന്ററാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ പോണത് ഞങ്ങളുടെ തറവാട്ടിലേക്കാണ്. എന്റെ അച്ഛന്റെ തറവാട്. അച്ഛന്റെ തറവാട്ടിലേക്ക് പോവാണ്. അച്ഛന്റെ തറവാടൊക്കെ ആദ്യം പൊളിച്ചു, ഇപ്പൊ പുതിയതാണ്. ഇത് അച്ചാച്ചനും അമ്മാമയാണ്. ഇതെന്റെ വല്യച്ഛന്മാരാണ്. വല്യച്ഛന്മാര് അച്ഛനും. ഇത് ഗംഗാധര വല്യച്ഛൻ. ഇത് എന്റെ അമ്മായിമാര്. ഇവിടെയാണ് ഞങ്ങളുടെ തറവാട് ഉണ്ടായിരുന്നത്. ഇപ്പൊ മൂത്ത വല്യച്ഛന്റെ മകനാണ് ഇവിടെ ഈ തറവാട് പുതുക്കി പണിതു. ആ പഴയ തറവാടിന്റെ അന്തരീക്ഷമൊക്കെ പോയി. ഇപ്പൊ ഇതൊരു പുതിയ വീടായി മാറി. അപ്പൊ ഇവിടത്തെ വിശേഷങ്ങളാണ് നമ്മള് കാണുന്നത്. ഇവിടത്തെ വല്യച്ഛന്റെ മൂത്ത മകനാണ് വല്യേട്ടൻ. പിന്നെ ചേട്ടന്മാരുണ്ട്. ഇവര് ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് വീടുകൾ വെച്ചിട്ടുള്ളത്. എല്ലാവരും തറവാട്ടില് വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് എല്ലാവരും കഴിയുന്നത്. ഈ ചേട്ടനാണ്, ഇത് ശോഭിച്ചേട്ടൻ. ഇത് ഇളയ ചേട്ടനാണ്. ഈ ചേട്ടനാണ് ഇവിടുത്തെ വീട് പണിയുന്നത്. അണ്ണല്ലേ ഇത് കുറെ കൊല്ലങ്ങളായി ഞാൻ വെക്കാറില്ല. ഇറങ്ങി രൂപയുണ്ട്. പിന്നെ എനിക്ക് താടി കന്നപ്പോ ഒരു ഗ്ലാമർ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഗ്ലാസ് വെക്കുമ്പോ. അങ്ങനെ എടുത്താണ്. പിന്നെ എന്താണ് അല്ലേ ചാട്ടഞ്ചേരി ഇരുന്നിട്ട് ഇല്ലേ പിള്ളേര് പിടിക്കട്ടെ. എല്ലാടാ ഓ എന്താണ് പായസാക്കില്ലടി. പാചകം പുതിയ അവല് വളച്ചൊക്കെ കണ്ടു. പിന്നെ തുടർന്ന് അമ്പലം കണ്ടില്ല. അവല് വളച്ച കണ്ടു. ഞാൻ നോക്കിക്കോ. അപ്പോഴും പറഞ്ഞു ഇത്ര ഇതിന്റെ അവല് വളക്കുന്നത് മൈനാനുഗ്രഹമായി. മൈനാനുഗ്രഹമായിട്ട് ഒരു പാട്ട് വേണം എല്ലാരും കൂടി. വാ ചേർത്തി വാ. ഏത് പാട്ട് പാടാ? എല്ലാരും കൂടി പാടാൻ പറ്റുമോ? പാടിക്കോ. പാട്ട് പാടിക്കോ. എല്ലാരും പെണ്ണാളെ പാടാ. പെണ്ണാള് പാടിക്കോ. പാടിക്കോ. പെണ്ണാളേ പെണ്ണാളേ വേറെ അറിയുന്ന പാട്ടാണ്. പാട്ടുണ്ടോ? എല്ലാരും പാട്ട് എല്ലാരും കൂടി പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചണ്ടത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂമണിയേ. പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചണ്ടത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂമണിയേ. പെണ്ണെ കാണണമെന്നുണ്ട്
ഇവിടെ ഇപ്പൊ ഒരു വല്യച്ഛന്റെ മക്കള് മാത്രമേ ഉള്ളൂ കേട്ടോ. മക്കളും മരുമക്കളും പേരക്കുട്ടികളും മാത്രമേ ഉള്ളൂ. ബാക്കി കൊല്ലാര രാമൻകുഞ്ഞി ഫാമിലി എല്ലാവരും ഒത്തുകൂടാറുണ്ട് ഇവിടെ. പണ്ടത്തെ തറവാട്ടിലാണ് എല്ലാവരും ഒത്തുകൂടാറ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ അന്നൊക്കെ. എല്ലാവരും കൂടി കൂടുമ്പോ അച്ഛനും വല്യച്ഛന്മാരും മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ കൂടി ആയിട്ട് നല്ല രസമായിരുന്നു. ഇപ്പോഴും ഈ ഈ ബന്ധങ്ങളും എല്ലാം ഇവിടെ നിലനിർത്തി പോകുന്നുണ്ട് ഇപ്പോഴും. ഇപ്പൊ ഈ വല്യച്ഛന്മാരും മക്കളും അതേ പാരമ്പര്യം തുടരാണ്. ഇവര് എല്ലാവരും ഈ കോമ്പൗണ്ടിൽ തന്നെ വീട് വെച്ചിരിക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ടാണ് ഇവര് ഇവിടെ ജീവിക്കുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഈ സന്തോഷമൊന്നും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ആർക്കും കിട്ടില്ല. ഇവിടെ എല്ലാവരും കൂടിയിട്ട് എപ്പോഴും സന്തോഷമായിട്ട് ആണ് കഴിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള തറവാട്ട് എല്ലാവരും കൂട്ടുകുടുംബങ്ങളാണ് എപ്പോഴും നല്ലത്. പെറ്റുകളൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ അവിടെ. നായക്കുട്ടിയൊക്കെ ഉണ്ട് നല്ല. പാട്ട് പാടും. മഴകാത്തു തഴുകും മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാരി മോഹിനിനെ പ്രണയിച്ചു പോ. പൂവമ്പലമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. വാനിടം മംഗളമാരവിക്കേ പൂമലേ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈരന്മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കായി നിന്നെ കണ്ടു ഇതൊക്കെ നിങ്ങളൊക്കെ നല്ല പോസുണ്ട്. അയ്യോ എനിക്ക് പേടിയാ. ഒന്ന് വന്നിട്ട് പോക്കാ. കൂട്ടില് നല്ല നായക്കുട്ടന്മാരുണ്ട് കേട്ടോ. പുറത്തങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ വിവരം അറിയും. കടിച്ച് കീറും. ഇവിടെ പെറ്റുകൾ പ്രാന്തന വേണ്ട കാണിക്കുന്നുണ്ട. ഒരു സംസാരിക്കുന്ന തപ്പില്ല കേട്ടോ. സൈറ്റ് വീട്ടിൽ പോയി നന്നായിട്ട് സംസാരിക്കും, പാട്ടും പാടും. ദേ ഇതിനെ കണ്ട ലവ് ബേർഡ്സും ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ മീൻ വളർത്തലാണ് ഇവിടെ. ഇത് 2000 മീനോളം ഇതിലുണ്ട് കേട്ടോ. ഇത് ആവശ്യക്കാർക്ക് കൊടുക്കും ചെയ്യും. ഇത് ചെറിയ ടാങ്കിൽ ചെറിയ മീനുകളായിരിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടിട്ട് ചെറിയ ടാങ്കിലായിരിക്കും ഇത് വലുതാവുന്നതിനനുസരിച്ച് ഈ വലിയ ടാങ്കിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇത് രാത്രി ആയാലാണ് ഈ മീനുകളെ ക്ലിയർ ആയിട്ട് കാണാൻ നന്നായിട്ട്. ഇപ്പൊ ഈ വെയിലായ കാരണം അങ്ങനെ കാണില്ല. തീറ്റിട്ട് കൊടുക്കുമ്പോ ഇങ്ങനെ മീനുകൾ ഇങ്ങനെ കിടന്നിങ്ങനെ വരുന്നതാണ്. ഒത്തിരി മീനുകളാണ് ഇതുപോലെയാണ്. നല്ല രസമാണ്. 2 വീട്ടിലും ഉണ്ട്, വലിയ ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ 2000 മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അവര് നല്ല നല്ല മീനുകളുണ്ട്. ഇതിന് പിടിച്ചു കൊടുക്കും. ഇപ്പൊ ഒരു ടാങ്കിലിട്ട് ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ മീനുകളെ ഈ ചെറിയ ടാങ്കിലിട്ടിട്ട് ആദ്യം വളർത്തും. എന്നിട്ട് പിന്നെ ഓരോന്നിങ്ങനെ നിറച്ച് വലുതാവുമ്പോൾ പിടിച്ചിടുകയാണ് ചെയ്യുന്നത്.
ചെടിച്ചട്ടികൾ വാങ്ങി നിറച്ചിട്ടുണ്ട്. ചെടിച്ചട്ടികളും പച്ചക്കറികളും എല്ലാം ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ SNSC ക്ലബാണ് ചന്ദ്രാപിന്നി. ഇവിടെ സ്കൂളുണ്ട്, സ്പോർട്സ് ക്ലബ് ഉണ്ട്, വായനശാല ഉണ്ട്. ഇവിടത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെരുമ്പടപ്പ് UP സ്കൂളാണ്. ഇവിടെ SNSC വോളിബോളിന്റെ കേന്ദ്രമാണിത്. എന്നുവെച്ചാൽ കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് വോളിബോൾ ടീമോടുണ്ട്. അപ്പോൾ പണ്ടേ തൊട്ട് വോളിബോൾ പ്രാന്താണ് ഇവിടെ എല്ലാവർക്കും. നമ്മുടെ കുറേയധികം കളിക്കാരും പരിശീലകരും ഒക്കെ ഇവിടെ നിന്ന് SNSCന്ന് വാർത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ജിമ്മി ജോർജ് അവരൊക്കെ ഇവിടെ നിന്ന് SNSC ക്ലബിന്റെ ആൾക്കാരാണ്. ഇവിടെ നിന്ന് എന്റെ ചേട്ടനും ഇവിടുത്തെ ഏറ്റവും നല്ല വോളിബോൾ പ്ലെയർ ആയിരുന്നു. ഇത് ഇനി ഞാൻ പോണത് എന്റെ സ്വന്തം വീടായിരുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ ഇപ്പൊ ഞങ്ങള് താമസിക്കുന്നില്ല. ഇപ്പൊ വല്യച്ഛന്റെ മകനാണ് ഈ വീട് എടുത്തിരിക്കുന്നത്. ഇവിടെയായിരുന്നു എന്റെ ബാല്യകാലം മുഴുവൻ. അപ്പൊ പിന്നെ എന്റെ മോളെ പ്രസവിക്കാനൊക്കെ ആയപ്പോഴാണ് ഈ വീട് വിറ്റ് ഞങ്ങൾ പോയത്. ഇവിടെ വരുമ്പോ ഭയങ്കര ഒരു സങ്കടം നിറഞ്ഞ സ്ഥലമാണ് ഇത്. ഞങ്ങളിനി പോണത് കുമ്പളപറമ്പിലേക്കാണ് കേട്ടോ. കുമ്പളപറമ്പില് ഒരു കടയുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളൊരു സന്നിച്ചേട്ടന്റെ കടയാണ്. പിന്നെ അതിന്റെ മുന്നേ കണ്ടത് നമ്മള് ഒരു ആയുർവേദ ധന്വന്തരി ഹോസ്പിറ്റലാണ്. ഇനി ഇവിടെ ഇത് മുഴുവൻ കൊല്ലാറക്കാരെ തറവാടുകളായിരുന്നു കേട്ടോ. ഇതൊന്നും ഇവിടെ ഒന്നും ആരും ഇപ്പൊ താമസമില്ല. ഇവിടെ കൊല്ലാറ കോർണറാണ്. ഇവിടെ ചാച്ചന്റെ വീടാണ്. ഇവിടെ മുഴുവനും കൊല്ലാറക്കാരെ വീടുകളാണ്. പിന്നെ ഇവിടെയൊക്കെ ഫ്ലാറ്റുകളൊക്കെ വന്നു. എന്റെ ഗ്രാമത്തിന്റെ കുറെ കാഴ്ചകളും കൂടി നിങ്ങൾ കണ്ടില്ല എല്ലാവരും. ഈ ചാനലൊക്കെ കാണാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇനിയും ഞാൻ വീഡിയോസ് ഇടാട്ടോ. ഇനിയും നമുക്ക് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. ഇവിടുത്തെ കലാകായികകൾ എല്ലാം ഇനി വീഡിയോകളിലൂടെ കാണാം. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോകൾ ഇടാൻ